എന്റെ അമ്മയെ എന്താടി നീ ചെയ്തേ? എന്റെ അമ്മ ആരാ? നിന്റെ വേലക്കാരിയോ? ഇതിനകത്തിട്ട് നിന്നെ സ്വന്തം അമ്മയെ പോലെ നോക്കുന്ന എന്റെ അമ്മ നിന്റെ വേലക്കാരിയാണോന്ന് എന്നെ തല്ല മാത്രം നിനക്ക് ധൈര്യമോടി? തൊട്ടുപോവരുത് അവളെ. അല്ല മമ്മി, ഈ അനിയ സാർ എന്തിനാ കൃഷ്ണയുടെ കല്യാണമൊക്കെ നടത്താൻ ശ്രമിക്കുന്നേ? അയാളെ സഹായിക്കാൻ വേണ്ടി അവളെ വെറുതെ കൂടെ നിർത്തിയിരിക്കുന്നതല്ലേ? അത് അവരുടെ മുമ്പിൽ ഇപ്പോ അവരുടെ രക്ഷകനായിട്ടല്ലേ അയാൾ നിൽക്കുന്നത്, അതുകൊണ്ടാവും. ആ പയ്യനെ ഞാൻ കണ്ടിരുന്നു. കാനഡയിൽ എന്തോ ബിസിനസ് ചെയ്യാ. ഞാനാണ് കൃഷ്ണ എന്ന് തോന്നിയതുകൊണ്ടാ അയാൾക്ക് താല്പര്യം തോന്നിയത്. അല്ലാതെ എനിക്ക് പകരം അവളായിരുന്നെങ്കിൽ ആ പയ്യൻ തിരിഞ്ഞുകൂടെ നോക്കുമായിരുന്നോ? ആ പിന്നെ മമ്മി, നാളെ എന്റെ പ്ലാസ്റ്റർ റിമൂവ് ചെയ്യും. അത് കഴിഞ്ഞാ എനിക്കിവിടെ നിന്ന് ഇറങ്ങാൻ ബുദ്ധിമുട്ടില്ല. അപ്പോ കൃഷ്ണയും മമ്മി ഇവിടെ എത്തിക്കണം. ശരി മോളെ, അത് മമ്മി ചെയ്തോളാം. മോളെ നീ സൂക്ഷിക്കണേ. തിരിച്ചു വന്നു കഴിയുമ്പോ അവള് ചിലപ്പോ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. പ്രശ്നം ഉണ്ടാക്കാൻ വന്നാ അത് അപ്പൊ നോക്കാം. ചിലപ്പോ മമ്മി ചെയ്യേണ്ട പ്രതികാരം ഞാൻ അങ്ങോട്ട് ചെയ്യും. കൊല്ലും ഞാനവരെ. നാളെ മോളുടെ കാലിലെ പ്ലാസ്റ്റർ എടുക്കുക. ഇനി അവളെ അവിടെ നിർത്താൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് അവളെ അവിടെ നിന്ന് ഇറക്കണം സിനി. അമ്മ ഇറങ്ങ. തല ഒരുപാട് അനങ്ങാതെ സൂക്ഷിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അത് ഓർമ്മ വേണം കേട്ടോ. 4 സ്റ്റിച്ച് ഉണ്ട്. മോളെ, മോളിക്കുട്ടി, നീ കൃഷ്ണയൊന്ന് വിളിച്ച് അവളോട് വരണ്ടാന്ന് പറയേ. എനിക്കെന്തേലും സംഭവിച്ചോന്ന് അറിഞ്ഞാ അവളത് പൊറുക്കില്ല. അവള് കുഞ്ഞായിരിക്കുമ്പോ എന്നെ ആരെങ്കിലും ഒന്ന് കളിയാക്കിയാ പോലും അവൾ അവരെ വെറുതെ വിടില്ല. അവള് വന്ന് പ്രശ്നം ഉണ്ടാക്കും. അമ്മ അകത്തേക്ക് വാ. അമ്മ ഇരിക്കമ്മ. അമ്മയ്ക്ക് ചായ മറ്റു വേണമെങ്കിൽ ഞാൻ ഇട്ടുതരാം. ഒന്നും വേണ്ട മോളെ, ഇപ്പൊ അവിടെ വെച്ച് ജ്യൂസ് കഴിച്ചാലേ ഉള്ളൂ. ഞാനൊന്ന് നോക്കട്ടെ അമ്മ. ഏയ് വേണ്ട മോളെ. മമ്മിയും മോളും സംസ്കാരത്തെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കും. ഇതാണ് അവരുടെയൊക്കെ സംസ്കാരം. സത്യം പറഞ്ഞാലേ എനിക്ക് അമ്മയോട് ദേഷ്യം തോന്നുക. കുറെ കാലം ആ സിത്താര മേഡത്തിന്റെ കൂടെ നിന്നില്ലേ? അവർക്ക് വേണ്ടി പണിയെടുത്തില്ലേ? ഇപ്പോഴും സമയം കിട്ടിയ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? എന്തിനാ ഇതൊക്കെ? അവരെ പോലെ മനുഷ്യത്വമില്ലാത്തൊരു സ്ത്രീയെ ഞാൻ ഈ ജന്മത്തിൽ കണ്ടിട്ടില്ല. അമ്മയെ വെല്ലും മോള് മനുഷ്യത്വമില്ലാത്തതിന്റെ കാര്യത്തില്. എനിക്ക് വരുന്ന ദേഷ്യത്തിനുണ്ടല്ലോ ചെന്നവളെ ചവിട്ടി കൂട്ടുക വേണ്ടത്. വേണ്ട മോളെ, ഒന്നും ചെയ്യണ്ട. കാലില് പ്ലാസ്റ്റർ ഒന്ന് അഴിച്ചു കിട്ടി എത്രയും പെട്ടെന്ന് ആ കുട്ടി ഇവിടെ നിന്ന് പോയാ മതിയായിരുന്നു. പോയി കഴിഞ്ഞാലേ ഈ വീടൊന്ന് ശുദ്ധം ചെയ്യണം. അത്രയ്ക്ക് നാശം അവള്. നീ കൃഷ്ണയൊന്ന് വിളിച്ചു നോക്കിയേ. എടി, എന്റെ അമ്മയെ എന്താടി നീ ചെയ്തേ? എന്റെ അമ്മ ആരാ? നിന്റെ വേലക്കാരിയോ? ഇതിനകത്തിട്ട് നിന്നെ സ്വന്തം അമ്മയെ പോലെ നോക്കുന്ന എന്റെ അമ്മ നിന്റെ വേലക്കാരിയാണോന്ന് എന്നെ തല്ല മാത്രം നിനക്ക് ധൈര്യമോടി? തൊട്ടുപോവരുത് അവളെ. തൊട്ടിട്ടുണ്ടെങ്കിലേ ഇതിനകത്തിട്ട് ചവിട്ടി കൂട്ടിക്കളയ ഞാൻ. അവള് നിന്നെ തല്ലിയതിൽ എന്താടി തെറ്റ്? സ്വന്തം അമ്മയെ നോവിച്ചാലേ അന്തസ്സുള്ള ഏത് മകൾ ഇത് തന്നെ ചെയ്യും. നിന്റെ അമ്മ നിനക്ക് വലുതായിരിക്കും, പക്ഷെ എനിക്ക് എന്റെ മമ്മിക്കും അവര് ശത്രുവാ. ഞങ്ങളുടെ ജീവിതം തകർത്ത ശത്രു. മോളെ ഇങ്ങോട്ട് മാറി.
എന്തറിഞ്ഞിട്ടടി നീ പറയുന്നേ? കുഞ്ഞുനാളില് നിന്റെ മമ്മി നിന്റെ ചുണ്ടില് എന്തേലും നുണ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിലേ അതിവിടെ വിളമ്പാൻ നിൽക്കണ്ട. നിന്റെ മമ്മിയുടെ ജീവിതം നശിപ്പിച്ചതേ നീയാ, അല്ലാതെ ഈ നിൽക്കുന്ന എന്റെ അമ്മയല്ല. നിന്റെ മമ്മിയെ പോലെ കോടികളുടെ തിളക്കത്തില് അഹങ്കരിക്കുന്നവളല്ല എന്റെ അമ്മ. എന്നെ വളർത്താൻ വേണ്ടി പാടുപെട്ട് പട്ടിണി കിടന്ന് ചെയ്യാവുന്ന ജോലികളൊക്കെ ചെയ്ത് നെഞ്ചും കൂടി ഒരുക്കി പോയവളാ. എന്റെ അമ്മയുടെ ദേഹത്ത് ഒരു പൂന്നുള്ളിയിട്ട് വേദനിപ്പിച്ച പോലും ഞാനത് സഹിക്കില്ല. നീ എപ്പോഴും പറയാറുണ്ടല്ലോ ഗാഥ ശ്രീനിവാസ്, ഗാഥ ശ്രീനിവാസ് ഈ ലോകത്തിലെ ഏറ്റവും മികച്ചവളുടെ പേരാണെന്ന്. നിനക്ക് അത്രയ്ക്ക് ചങ്കൂറ്റുണ്ടെങ്കിലേ, നിന്റെ മമ്മി നിന്നെ വളർത്തിയതില് അത്രയ്ക്ക് അഭിമാനം ഉണ്ടെങ്കിലേ, എന്റെ കൺമുന്നിൽ വെച്ച് എന്റെ അമ്മയൊന്ന് തൊട്ടു നോക്ക്. അപ്പ കാണിച്ചു തരാം ഈ കൃഷ്ണ ആരാന്ന്. മോളെ വേണ്ട, എന്നെ മനഃപൂർവ്വം ഗാതമോളൊന്നും ചെയ്തതല്ല. മോളിക്കുട്ടി അടിച്ചപ്പോ മോളിക്കുട്ടി അടിക്കാൻ ഇവളാരാ അമ്മേ? വാലിന് തീപിടിച്ച പോലെ നീയും നിന്റെ മമ്മിയും നടക്കുന്ന എത്ര ഘട്ടങ്ങളില് ദേ ഈ നിൽക്കുന്ന മോളിക്കുട്ടി സഹായിച്ചിട്ടുണ്ട് നിങ്ങളെ. അതിന്റെ നന്ദിയൊന്നും നീ കാണിക്കണ്ട. ഉപദ്രവിക്കാതിരിക്കുക എന്ന സാമാന്യ മര്യാദയെങ്കിലും കാണിച്ചൂടെ നിനക്ക്? നീ ഇവിടെ എന്റെ സ്ഥാനത്ത് കിടക്കുമ്പോഴേ എന്നെ നിന്റെ മമ്മി വിളിച്ചുകൊണ്ടുപോയി വേഷം കെട്ടിച്ചതേ ഒന്നല്ല രണ്ടല്ല പല വട്ടോ. എന്തിനാ? എനിക്ക് സൂഹിക്കാനോ അല്ലെങ്കിൽ എന്റെ അമ്മയ്ക്ക് സമ്പന്നയാവാനോ അല്ല. നിനക്കൊരു വിവാഹ ജീവിതം ഉണ്ടാവാനാ. നിന്റെ മമ്മിക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാനാ. എന്നിട്ടും അങ്ങനെ കഷ്ടപ്പെട്ട് കിടക്കുന്ന എന്നെയും എന്റെ അമ്മയാണ് നിനക്ക് ദ്രോഹിക്കേണ്ടത് അല്ലേടി? മോളെ മതി, മോളിങ്ങ് പോരെ. നോക്ക്, ഇതുവരെ നടന്നതൊക്കെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിളിച്ച് പറയാനേ എനിക്കൊരു തടസ്സമില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ആൾമാറാട്ടം നടത്തിയതിന്റെ പേരില് അമ്മയും മോളും അകത്ത് കിടക്കേണ്ടി വരും. അത് എന്നെക്കൊണ്ട് ചെയ്യിക്കരുത്, കേട്ടോടി? അമ്മ വന്നേ.